മുഫിന്റെ വീട്ടിൽ പോയിട്ടുള്ള വ്ളോഗ്സിൽ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു എന്താ ആമി വരാത്തെന്നുള്ളത്. ആള് പിന്നെ കുറച്ച് വലിയ പുള്ളിയാണല്ലോ, അപ്പൊ കുറച്ച് ബിസി ആയിരുന്നു. ഇന്ന് നമ്മളെല്ലാരും കൂടി ചെറുപ്പശ്ശേരി പോകണ്ട, അവിടെയാണ് ഫാദീന്റെ വീട്. കുറച്ച് കാലമായാലോ കണ്ടിട്ട് അതിന്റെ ഒരു സ്നേഹ പ്രകടനമാണ്. 2 മണിക്ക് സ്റ്റാൻഡിൽ എത്തും പറഞ്ഞിട്ട് മുഫീദ റിഷ വന്നത് 3 മണിക്കാണ്. ഫാദീന്റെ വീട്ടിൽ എങ്ങനെ നടക്കണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വീട്ടിലെത്തിയപ്പോ ചായം കണ്ടിയൊക്കെ തന്നേന്. തിന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓർമ്മ വ്ളോഗ് എടുക്കുന്ന കാര്യം അല്ല അപ്പളെങ്കിലും ഓർത്തല്ല. ഇനി നമുക്ക് ഈ നാടൊക്കെ ചുറ്റി കാണാം. ഇവരാണ് നമ്മുടെ വഴികാട്ടി. ഫാദീന്റെ അനിയനാണ്. പോണ വഴിക്ക് മുഫിന്റെ വെള്ളഷള്ളിൽ പിന്നെയും ചളിയെ. ഞാൻ അങ്ങനെ തോട്ടക്ക് അങ്ങോട്ട് എത്തിയപ്പോ മുഫിയും ആമി എന്തിനാന്നറിയില്ല എന്തോ പറഞ്ഞ് ചിരിച്ചു. ആ ചിരിച്ചത് എന്തിനാന്ന് ഓൽക്ക് പോലും അറിയില്ല. 6ാം ക്ലാസ് പഠിക്കണ കുട്ടി, ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാട്ടാ പോണേ. തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാം, എന്തോ വഴി കണ്ടുപിടിക്കാൻ പോകും. തോടിന്റെ സൈഡിൽ കൂടെ എങ്ങനെ നടക്കാം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഒരു കൈ കൊണ്ട് ക്യാമറ, ഒരു കൈ കൊണ്ട് ജീവനെ രക്ഷിക്കണം. എനിക്ക് നല്ല പേടിയാണ്. പേടിത്തൊണ്ടെത്തിക്കാൻ പിന്നെ ഞാൻ കുറച്ച് മോട്ടിവേഷൻ കൊണ്ട് കൊടുത്തു. അപ്പൊ വന്നു 3 തേങ്ങ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ നടക്കണേന്റെ ഇടയിൽ കൂടെ മുഫി വീഴാൻ പോയിട്ടുണ്ടെങ്കിൽ പാവന്റെ കുട്ടിക്ക് മാത്രം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വരുന്ന ഈ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ആ ഫോട്ടോ ഉണ്ടായ കഥയാണ് ഇത്. കാര്യം വേറൊന്നുമല്ല, ഈ ആമി ചിരിച്ചാല് ബാക്കിയുള്ളവരെല്ലാരും ചിരിക്കും. ചിരിക്കണ എന്തിനാന്ന് പറയാം അതും. ഞങ്ങൾ പിന്നെ തോട്ട് നിന്നപ്പോൾ അവിടെ കുട്ടികൾ മാങ്ങ പറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ കാര്യമായിട്ട് ഈ 2 കൂടി മാങ്ങ പറിക്കാൻ പോയതാണ്. പക്ഷെ ഒത്തില്ല. പിന്നെ കുട്ടികൾ നമുക്ക് 2 മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ഫാദിയാസ് ഡാഡി. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ചെയ്തു. പിന്നെ എല്ലാവരും കയറിയിട്ട് മഴ അങ്ങോട്ട് കൊണ്ട് ലാസ്റ്റ് നനഞ്ഞ കോഴീനെ മാതിരി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പാർട്ട് 2 ലോഡിംഗ് ആണ്. അപ്പം എത്ര ഉള്ളൂ.